എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ റോസ്മേരി ലീഫ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത്. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റോസ്മേരി വാട്ടർ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണേ വേണം എന്നൊക്കെ. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള റോസ്മേരി ലീഫ് ഫ്രഷ് ആയിട്ടുള്ള ലീഫ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 3 ലീഫ് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല എടുക്കുന്നുണ്ട്, നാടൻ കറിവേപ്പിൻ്റെ ഇല. അതുപോലെ തന്നെ ഒരു 3-4 ലീഫ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും കൂടി എടുക്കുന്നുണ്ട്. നമ്മുടെ മുടിക്കും തലയ്ക്കും ഒക്കെ ഗുണങ്ങൾ ചെയ്യുന്ന ഐറ്റംസ് വെച്ച് നമ്മൾ തിളപ്പിച്ചെടുത്താൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. എൻ്റെ മുടിയൊക്കെ ഒരുപാട് ഊരുന്ന മുടിയായിരുന്നു. നമ്മുടെ 25 ഐറ്റം ഹെയർ ഓയിൽ മരുന്നുകൾ ചേർത്തിട്ടുള്ള ഹെയർ ഓയിൽ തേച്ച് തുടങ്ങിയപ്പോൾ തന്നെ മുടി ഊരലൊക്കെ നിന്ന് മുടിക്ക് നല്ല ഉള്ളു വരാൻ തുടങ്ങി. അത് റോസ്മേരിയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ഒരു 10-15ഓളം ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണോളം കരിഞ്ജീരകം, അതുപോലെ 1.5 സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. പച്ച ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കുഞ്ഞു പിടി 3 ലീഫ് നമ്മുടെ ആര്യവേപ്പ്, അതുപോലെ 3 ലീഫ് കറിവേപ്പില. ഇനി നമ്മുടെ റോസ്മേരി, ഇതല്ലേ നമ്മുടെ കഥാപാത്രം. റോസ്മേരി വാട്ടർ ആകുമ്പോൾ നമുക്ക് റോസ്മേരി ഫ്രഷ് ആയിട്ട് എന്ത് മണമാണെന്നറിയാവോ? കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ല്. ഇനി ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അറിയാതിരിക്കാൻ വയ്യ, കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ എന്തോ ഒരു സ്മെല്ലാന്നറിയാവോ? ഉണങ്ങിയ ലീഫ് തന്നെ നമ്മുടെ അലമാരയിലൊക്കെ ചെറിയൊരു കവറിലാക്കി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിലേ നമ്മുടെ തുണികൾക്കൊക്കെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കിട്ടും. ഇപ്പം പച്ച തന്നെ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത്രയും മണം ഉണ്ടാകുമ്പോൾ ഉണങ്ങിയതൊക്കെ നമ്മൾ 2-3 ഇതളുകൾ അല്ലെ അലമാരയുടെ തട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിരുന്നാൽ മതി. ഡ്രസ്സിനൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും, നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. അല്ല, നമ്മൾ അടുപ്പത്ത് വെച്ച് ഇനി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണേ. ഒരു 10-30 മിനിറ്റിനുള്ളിൽ നമുക്കിതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പം തന്നെ കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലും ഡാർക്കായിട്ട് കിട്ടും. നമുക്ക് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, അടിപൊളി മണം. നമുക്ക് നിൽക്കാൻ വയ്യ. ഇതിങ്ങനെ തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്മെല്ലിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുവാണ്. ഇപ്പം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കഴിയുന്നത് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ തിളപ്പിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ സ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തോനെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബാക്കി അത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് ആവശ്യമെന്ന് കാണുമ്പോൾ അതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അണുപ്പൊക്കെ പോയി ഐസൊക്കെ പോയിട്ട് നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് തലയിൽ അടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമായിട്ട് ചെയ്തതാണ്. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴേ എനിക്ക് മെസ്സേജ് അയച്ച് തുടങ്ങിയിട്ടുണ്ട്. റോസ്മേരി വാട്ടറിന് എന്താ റേറ്റ് എന്നും അതിൻ്റെ റേറ്റ് പറയുമോ ക്വാണ്ടിറ്റി പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള വാട്ടറിൽ പ്രിസർവേറ്റീവ് ഒന്നും ചെയ്യാതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഉടനെ തന്നെ സെയിലിനുള്ള രീതിയിലുള്ള റോസ് വാട്ടർ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലീഫൊക്കെ ഉണങ്ങിയത് കുറേ നമ്മുടെ അടുത്ത് സ്റ്റോക്കുണ്ട്. അപ്പം അത് വെച്ചിട്ടായിരിക്കും നമ്മൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത്. ഇപ്പം ഒരുപാട് റിക്വസ്റ്റ് വന്നത് കൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. എന്ത് കളറിലാണ് കിട്ടിയേക്കുന്നതെന്ന് നോക്കിയേ. എല്ലാ ഗുണങ്ങളും സത്തൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ചെറിയ സ്പ്രേ കുപ്പിയിലേക്ക് ആക്കിയിട്ട് നമുക്ക് മുടിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, തലയോട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ വിരലിൻ്റെ തുമ്പ് കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഷെൽഫ് ലൈഫ് എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് DM വാട്ടറിൽ ചെയ്യുക. അപ്പം നമ്മൾ സെയിലിനായിട്ട് ചെയ്യുന്ന സമയത്ത് പ്രിസർവേറ്റീവും DM വാട്ടറും ഒക്കെ ആഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.